തിരുവനന്തപുരം വെട്ടൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യുന്നതായാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തുണ്ട്. മീര മനോഹരൻ ചേരുന്ന വിവരങ്ങളുമായി. മീര, ഇത് എത്ര നാളായുള്ള സംഭവമാണ്? എങ്ങനെയാണ് അവിടെ പ്രതിഷേധം? അധികൃതർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ 2 ആഴ്ചയായി ഇത്തരത്തിൽ തിരുവനന്തപുരം വെട്ടൂരുള്ള ഹോമിയോ ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധം നടന്നു വരികയാണ്. തിരുവനന്തപുരം വർക്കലയിലെ വെട്ടൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലാണ് സംഭവം. 2 ആഴ്ചയായിട്ടാണ് ഇത്തരത്തിൽ രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകുന്നു എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ഒരു സംഭവം ഈ സ്ഥലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഒരാൾ ആശുപത്രി സുജി എന്നൊരു വ്യക്തി ആശുപത്രിയിൽ പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തിനും നൽകിയ മരുന്ന് ഏകദേശം 4 മാസത്തോളം പഴക്കമുള്ളതാണ്, കാലാവധി കഴിഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാക്കി പിന്നീടാണ് ഇവർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരോട് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ അവർ പ്രതികരിച്ചത്, ഈ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ അവർ പ്രതികരിച്ചത് കൈയൊഴിയുന്ന ഒരു നിലപാടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹോമിയോ മരുന്ന് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞാലും കഴിക്കാം, അല്ലെങ്കിൽ അടുത്ത കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ സംഭവിച്ചതാണ് എന്നതുൾപ്പെടെയുള്ള വിശദീകരണമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1 മുതൽ 3 വർഷം വരെ പഴക്കമുള്ള മരുന്നുകൾ ഇത്തരത്തിൽ വിതരണം ചെയ്തു എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ഈ ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ പറ്റിയത് എന്നതുൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ പ്രതികരണം ഇതിന് അടുത്ത നിമിഷം തന്നെ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. സേതു. ഓക്കെ മീര, ശരി.